മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ തുളസി പോലെ. അമ്മ മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ തുളസി പോലെ. കർമ്മ ന്യൂസിന്റെ പ്രേക്ഷകരിലേക്ക് പത്തനംതിട്ടയിൽ നിന്നുള്ള കുറേയധികം തരുണി മണികളാണ് എത്തിയിരിക്കുന്നത്. അവര് തിരുവാതിരയ്ക്ക് റെഡിയായി അവരുടെ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചാലോ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാ വർഷത്തിലും വരുന്ന അപേക്ഷ ഈ വട്ടം നല്ലതായിട്ട് കളിക്കാനൊക്കെ പറ്റുമോ? പറ്റി. എത്രല്ല പഠിക്കുന്നത്? പ്ലസ് ടു എന്ന് പറയുമ്പോൾ ഈ വർഷം അവസാനം ഇതുകൊണ്ട് തീരുവാണല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു ഇത്രയും വർഷം വന്നതിനകത്തുള്ള ഒരു അനുഭവം പറയാമോ? ഇത്രയും വർഷം നല്ലപോലെ ചെയ്ത സ്കൂളിൽ ഉള്ളത് കൊണ്ട് അവിടുത്തെ ഒരു വൈബ് ഉണ്ട്. അപ്പം അത് എല്ലാവർക്കും ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരു യൂണിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വിജയം വരെ എത്തിയത്. എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാലും ഒരു അനുഭവം പറ. അല്ല, നമ്മുടെ ആ സ്കൂളിൽ വന്നത് തന്നെ ഭാഗ്യമാണെന്നും പറഞ്ഞാണ്. ആ സ്കൂളിൽ വന്നത് ഭാഗ്യമാണല്ലേ? ടീച്ചേഴ്സിനെ കിട്ടിയത് അതിലും വലിയ ഭാഗ്യം. അതിലും വലിയ വൈബ് എന്ന് വെച്ചാൽ ഇതുപോലെ വൈബുള്ള ടീച്ചേഴ്സ് വേറെ എവിടെ എങ്ങും കാണില്ലല്ലേ? നിങ്ങൾക്ക് എല്ലാത്തിനും സപ്പോർട്ടീവായിട്ട് അവർ കൂടെ ഉണ്ട്. എന്താണ് ഇവിടെ കുറേ അധികം കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് ഇവരോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയാണ് നിങ്ങളുടെ ടീച്ചേഴ്സ്? പക്കയാണോ? പൊളിയാണോ? അടിപൊളിയാണ്. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ വൈബിനൊപ്പം തന്നെ നിൽക്കുമല്ലേ? അപ്പൊ പിള്ളേരുടെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന കുറേ അധികം അധ്യാപികമാരാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നമുക്കപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിഞ്ഞാലോ? എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഇത്രയും വർഷമായിട്ട് കലോത്സവത്തിന് വരുന്നു എന്ന് പറയുന്നത്. അപ്പം എന്താണ് പറയാനുള്ളത്? പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ കലോത്സവ വേദിയിൽ പങ്കിട്ട ആൾക്കാരാണ്. കലാകിരീടം നേടിക്കൊണ്ടിരുന്ന പത്തനംതിട്ട പ്രതിനിധീകരിച്ച് കലാകിരീടം നേടിക്കൊണ്ടിരുന്ന സ്കൂളാണ് ഞങ്ങളുടേത്. സ്കൂൾ ഏത് സ്കൂളാണ്? SBGVHSS എന്നാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര്. കിടങ്ങന്നൂരാണ്. കിടങ്ങന്നൂർ SBGVHSS എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് എന്തെങ്കിലും രസകരമായ പിള്ളേരെ കൊണ്ട് വന്ന സമയത്ത് എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കലോത്സവ വേദികളിൽ നിന്ന്? ഇപ്പം തന്നെ ഇന്നത്തെ തിരക്ക് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. ഞങ്ങൾ ഇച്ചിരി ലേറ്റായാണ് വന്നത്. ഭയങ്കര തിരക്കായിരുന്നു. തിടുക്കപ്പെട്ടാണ് ഒരുക്കിക്കൊണ്ട് വന്നത്. അത് ഇപ്പം ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവം. കാരണം നമ്മുടെ പിള്ളേർ നല്ല ഭംഗിയായിട്ട് അവിടെ തിരുവാതിര അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾക്കത് അന്നേരം രസകരമായി. അപ്പം ആദ്യം ഒരു ടെൻഷനായിരുന്നു. രണ്ടാമത്തെ ക്ലസ്റ്ററിനായിരുന്നു ആദ്യം ഞങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പം പെട്ടെന്ന് വന്നു 3 പേരേ ഉള്ളൂ. ആദ്യത്തെ ക്ലസ്റ്ററിൽ തന്നെ 5 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞു. 6-7 പേര് സാധാരണ വരാറുണ്ട് ഓരോ ക്ലസ്റ്ററിൽ. ഈ ദിവസം വന്നപ്പം 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ ക്ലസ്റ്ററിൽ, ഫസ്റ്റ് ക്ലസ്റ്ററിൽ തന്നെ. അപ്പോൾ സെക്കൻഡ് ക്ലസ്റ്ററിൽ 3-മത്തെയാണ് ഞങ്ങൾക്ക് ലോട്ട് കിട്ടിയത്. പെട്ടെന്ന് ആ ടൈമിലാണ് ഞങ്ങൾ ഒരുക്കി അവിടെ കൊണ്ടുപോയി. ധൃതി പിടിച്ച് വന്നെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നുള്ള കുട്ടികൾ നന്നായിട്ടത് പെർഫോം ചെയ്തു. നല്ല പാടാനൊക്കെ അവർക്ക് നന്നായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ടീച്ചറിന് എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടോ? പ്രത്യേകിച്ച് ഓർമ്മകൾ പറയുമ്പോൾ എനിക്ക് നമ്മുടെ സ്കൂൾ SVGVHSS ഓവറോൾ കിട്ടിയ ഓർമ്മകളാണ് എനിക്കുള്ളത്. ഒരു പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അന്ന് ആ കുട്ടി മരിച്ച ഒരു വർഷം ആയിരുന്നു നമുക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നു. ഏത് കുട്ടി മരിച്ചത്? വെള്ളത്തിൽ വീണ് മരിച്ച പേരെന്തുവായിരുന്നു? യദു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി. യദു കൃഷ്ണൻ എവർ റോളിംഗ് ട്രോഫിയൊക്കെ നമുക്ക് കിട്ടിയ മലപ്പുറത്ത്. ആ സമയം നമ്മുടെ കുട്ടികളോടൊപ്പമാണ് ഞങ്ങളും താമസിച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ വന്നപ്പോൾ എല്ലാവരും ആകെ ഭയങ്കര അപ്സെറ്റായി. അന്ന് ഞങ്ങൾക്ക് ഫസ്റ്റായിരുന്നു, ആ എവർ റോളിംഗ് ട്രോഫി ഫസ്റ്റായിരുന്നു നമുക്ക് കിട്ടിയത്.
ഈ കഴിഞ്ഞ വർഷം കൊല്ലത്ത് വെച്ച് നടന്ന ഇതിൽ ഞങ്ങൾക്ക് തേർഡായിരുന്നു. അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ 14 ഐറ്റം കൊണ്ടാണ് വരുന്നത്. അതിൽ 14 ഐറ്റം ഉണ്ട് സ്കൂളിൽ നിന്ന്. ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മത്സരത്തിന് വരുന്നത് ഞങ്ങളുടെ സ്കൂളാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡിൽ ഏതെങ്കിലും ഒന്ന് വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളോടൊപ്പം തന്നെ എല്ലാ കുട്ടികളും, തിരുവാതിര മാത്രമല്ല ബാക്കി എല്ലാ കുട്ടികളും. സംഘനൃത്തമൊക്കെ ഞങ്ങൾ അപ്പീലുമായിട്ടാണ് വന്നത്. അവരെക്കാട്ടിലൊക്കെ ടോപ്പ് മാർക്ക് വാങ്ങിയാണ് വന്നിരിക്കുന്നത്. 1.5 മാർക്കിൻ്റെ വ്യത്യാസത്തിലായിരുന്നു ജില്ലയിൽ നിന്ന് വന്നത്. ഇപ്പോൾ വന്നപ്പോൾ അതിൽ കൂടുതലും സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളാണ് ഞങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ബലം, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന കുട്ടികളാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. അപ്പോൾ ഇതുപോലൊക്കെയുള്ള ഒരു ടീച്ചേഴ്സാണ് ശരിക്കും കലോത്സവ വേദികളെ എപ്പോഴും എന്താ പറയുന്ന മാറ്റുരയ്ക്കാനായിട്ട് അത്രയും മനോഹരമാക്കാൻ അവരെ കൊണ്ടേ സാധിക്കത്തുള്ളൂ. കുട്ടികളെ ഇത്രയും സപ്പോർട്ടീവായിട്ട് ഈ കലോത്സവ വേദിയിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ ഇവരെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ കുട്ടികൾ പറഞ്ഞതനുസരിച്ചിട്ട് ഈ അധ്യാപകർ ഇവർക്ക് അമ്മയുടെ സ്ഥാനമാണ് കൊടുക്കുന്നത്. ഈ കുട്ടികൾ അമ്മയുടെ സ്ഥാനമാണ് കൊടുക്കുന്നത്. അത് തന്നെ വലിയൊരു അംഗീകാരമാണ് ടീച്ചേഴ്സിന് കിട്ടുന്നത്. അവരത്രയും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.